ഓണം ബമ്പർ ലോട്ടറി എടുത്തു. ഇക്കുറി ഒന്നാം സമ്മാനത്തിന്റെ ടിക്കറ്റ് വിറ്റിരിക്കുന്നത് ആറ്റിങ്ങൽ ഭഗവതി ലോട്ടറി ഏജൻസിയാണ്. സംസ്ഥാനത്താകമാനം 22ഓളം ഔട്ട്ലെറ്റുകളുള്ള ഭഗവതി ലോട്ടറി ഏജൻസിയെക്കുറിച്ച് കഴിഞ്ഞ ഞായറാഴ്ച വിസ്മയ ന്യൂസ് വാർത്ത പങ്കുവച്ചിരുന്നു. അന്നേ ഞങ്ങൾ പ്രവചിച്ചു ഇക്കുറി ഓണം ബമ്പറിന്റെ ഒന്നാം സമ്മാനം ഭഗവതി ലോട്ടറി വിൽക്കുന്ന ടിക്കറ്റിനായിരിക്കുമെന്ന്. ഞങ്ങൾ പ്രവചിച്ചതേ ഉള്ളൂ. പക്ഷേ ഇതാ ലോട്ടറി എടുത്തപ്പോൾ ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്ന ടിക്കറ്റ് ഭഗവതി ലോട്ടറി ഏജൻസി വിറ്റ ടിക്കറ്റിനാണ്. ആ ലോട്ടറിയുടെ റൂട്ട് മാപ്പൊക്കെ ഇന്ന് പല പത്ര ഓൺലൈനുകളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ്? പാലക്കാട് ആണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്, പാലക്കാട് ഏജൻസികൾ. അവിടെ നിന്ന് ഈ ഭഗവതി ഏജൻസിയുടെ ഉടമസ്ഥൻ തങ്കരാജ് അദ്ദേഹം ടിക്കറ്റ് ബൾക്കായി വാങ്ങുന്നു. ആ ടിക്കറ്റുകൾ തിരുവനന്തപുരത്ത് ഭഗവതി ഏജൻസിയിൽ കൊണ്ടുവരുന്നു. തിരുവനന്തപുരത്ത് ഭഗവതി ഏജൻസിയിൽ നിന്ന് കൊച്ചിയിലേക്ക് ആ ടിക്കറ്റുകൾ വിൽക്കുന്നു. ആ കൊച്ചിയിൽക്കാരൻ ഒരു മരട് സ്വദേശി ആ ടിക്കറ്റ് വാങ്ങുന്നു, അദ്ദേഹത്തിന് ഒന്നാം സമ്മാനം അടിക്കുന്നു. അങ്ങനെ ഭഗവതി ഏജൻസിയിൽ നിന്ന് പോയ ടിക്കറ്റിന് ഒന്നാം സമ്മാനം ലഭിക്കുന്നു. ഇത് ചെറുതല്ലാത്ത സന്തോഷമാണ് ഞങ്ങൾക്ക് നൽകുന്നത്. ഞങ്ങളൊരു സാധാരണ ഒരു കുഞ്ഞ് ഡിജിറ്റൽ മാധ്യമം, ഞങ്ങൾ ചെയ്ത ഒരു വാർത്ത, ഒരു ലോട്ടറി ഏജൻസിയെക്കുറിച്ച് ഒരു വാർത്ത, സാധാരണഗതിയിൽ അങ്ങനെ ആരും വാർത്ത ചെയ്ത് കണ്ടില്ല. ലോട്ടറി ടിക്കറ്റ് വിറ്റ് സമ്മാനം അടിക്കുന്ന സമയത്ത് എല്ലാ ആളുകളും ഇന്ന് വാർത്ത ചെയ്തിട്ടുണ്ട്. എല്ലാ ചാനലുകളും, എല്ലാ ദൃശ്യ മാധ്യമങ്ങളും, പത്രങ്ങളും, എന്തിന് ഓൺലൈനുകളും ഒന്നാം സമ്മാനം കിട്ടിയ ആളെക്കുറിച്ചും വിറ്റുപോയ ഏജൻസികളെക്കുറിച്ചും ഒക്കെ വാർത്ത ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ടിക്കറ്റ് വിൽപ്പനയെക്കുറിച്ചും വാർത്ത ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു ഏജൻസിയെക്കുറിച്ച്, പർട്ടിക്കുലർ ഏജൻസിയെക്കുറിച്ച്, ഈ ഏജൻസി വിൽക്കുന്ന ടിക്കറ്റിന് ഒന്നാം സമ്മാനം കിട്ടുമെന്ന് ഒരു വാർത്താ ചാനലും ഒരു ഓൺലൈൻ മാധ്യമ സ്ഥാപനങ്ങളും വാർത്ത ചെയ്തിട്ടില്ല. ഞങ്ങൾ ഒരു ഇരട്ടക്കരലോടുകൂടി, ഒരു ആവേശത്തോടു കൂടി ഞാനും രജനീഷും കൂടി പോയി വാർത്ത ചെയ്തു. ആ വാർത്തയിൽ ഈ ഭഗവതി ഏജൻസിയിലെ ജീവനക്കാരൻ അദ്ദേഹം പറയുന്നുണ്ട്. ആ പറയുന്നത് കേൾക്കാം, നിങ്ങൾക്ക് കേട്ടു നോക്കൂ. അദ്ദേഹം പറയുന്നത് എടുത്തെടുത്ത് ഞങ്ങൾ കാണിച്ചു തരാം. അദ്ദേഹം പറയുന്നുണ്ട് ഇക്കുറി ഞങ്ങൾക്ക് ഒന്നാം സമ്മാനം അടിക്കുമെന്നാണ് പ്രതീക്ഷ. അത് കേട്ടു നോക്കൂ. ഓണം ബമ്പറിൽ വളരെയധികം പ്രതീക്ഷയുണ്ട്. കഴിഞ്ഞ വർഷത്തെക്കാളും നമ്മൾ മൊത്തത്തിൽ 1 ലക്ഷം ടിക്കറ്റ്, 1.5 ലക്ഷം ടിക്കറ്റോളം അധികം വിറ്റിട്ടുണ്ട് ഈ വർഷം. അപ്പോൾ അതിൽ വലിയ പ്രതീക്ഷയുണ്ട് ഭഗവതി ലോട്ടറിക്ക് തന്നെ ഈ വർഷം അടിക്കുമെന്നുള്ള കാര്യം. കേട്ടല്ലോ, അദ്ദേഹം പറയുന്നുണ്ട് ഒന്നാം സമ്മാനം അടിക്കുമെന്ന്. എന്നിട്ട് അദ്ദേഹം പറയുന്ന മറ്റു കാര്യങ്ങളുണ്ട്. ഏകദേശം 150ഓളം തൊഴിലാളികൾ ലോട്ടറി വിൽക്കുന്ന ആളുകൾ ഈ ഏജൻസിയെ കൊണ്ട് ജീവിക്കുന്നുണ്ട്. പിന്നെ 1 ലക്ഷത്തിലധികം, അതായത് 1 ലക്ഷത്തോളം ടിക്കറ്റുകൾ അവർ ഓണം ബമ്പർ ടിക്കറ്റുകൾ തന്നെ വിറ്റഴിച്ചു. അത്രമാത്രം ടിക്കറ്റുകൾ ഭഗവതി ഏജൻസി തന്നെ വിറ്റിട്ടുണ്ട്. അപ്പോൾ അവർക്കറിയാം ഇത്രയധികം ടിക്കറ്റുകൾ വിറ്റിട്ടുണ്ടെങ്കിൽ അതിനകത്ത് മികച്ച സമ്മാനങ്ങൾ അവർക്ക് ലഭിക്കും എന്ന പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയിൽ നിന്നാണ് അവർ പറയുന്നത് ഇക്കുറി ഒന്നാം സമ്മാനം അവർക്ക് ലഭിക്കും. പിന്നെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള ടിക്കറ്റുകൾ ഇതുവഴി വിറ്റുപോയിട്ടുണ്ട്. എല്ലാ ജില്ലകളിൽ നിന്നുള്ള ടിക്കറ്റുകളും ഭഗവതി ഏജൻസി വഴി വിറ്റുപോയിട്ടുണ്ട്. ആ പ്രതീക്ഷ അവർക്കുണ്ട്. ഏത് ജില്ലകളിൽ നിന്നുള്ള ടിക്കറ്റിനാണ് പ്രൈസ് കിട്ടുകയാണെങ്കിലും അതിൽ നിന്നുള്ള സിംഹഭാഗം ടിക്കറ്റുകളും ഭഗവതി ഏജൻസി വഴി വിറ്റുപോയിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. ഏതായാലും ഞങ്ങൾക്ക് ഇതിനകത്ത് ടിക്കറ്റ് സമ്മാനം അടിച്ച വ്യക്തിക്ക് സമ്മാനം ലഭിക്കും, വിറ്റ ഏജൻസിക്ക് കമ്മീഷൻ ലഭിക്കും, ലോട്ടറി തൊഴിലാളിക്ക് വിൽപ്പന നടത്തിയ ആളിന് കമ്മീഷൻ ലഭിക്കും. ഞങ്ങൾക്ക് ഇതിനകത്ത് കമ്മീഷനോ അതിനകത്ത് വേറെ എന്തെങ്കിലും സമ്മാനത്തുകയുടെ എന്തെങ്കിലും ലഭിക്കുമോ അതിൻ്റെ സന്തോഷമൊന്നുമല്ല. പക്ഷേ ഞങ്ങൾ ശരിക്കു പറഞ്ഞാൽ ഞങ്ങൾ ആ ബൊമ്മക്കൊലുവും മറ്റ് നവരാത്രിയുടെ ആഘോഷങ്ങളും ഒക്കെ കവർ ചെയ്യാൻ വേണ്ടിയാണ് കഴിഞ്ഞ ഞായറാഴ്ച ഇറങ്ങിത്തിരിക്കുന്നത് ഓഫീസിൽ നിന്ന്. എന്നിട്ട് ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടി ആറ്റിങ്ങലിൽ ഭഗവതി ഏജൻസിയുടെ സമീപത്തുള്ള ഒരു ഹോട്ടലിൽ ഉച്ചഭക്ഷണം കഴിച്ചു. നവരാത്രിയുടെ ബൊമ്മക്കൊലുവിൻ്റെ പൂജയും മറ്റു കാര്യങ്ങളും എടുക്കണമെങ്കിൽ വൈകുന്നേരം 5 മണി വരെ അവിടെ കാത്തു നിൽക്കണം. ആ ഇടവേളയിൽ, ഉച്ചഭക്ഷണം കഴിച്ചിട്ട് ഇടവേളയിൽ എന്ത് ചെയ്യും എന്ന് നോക്കുമ്പോഴാണ് ഭഗവതി ഏജൻസി കണ്ണിൽപ്പെടുന്നത്. എന്നാൽ പിന്നെ ഭഗവതി ഏജൻസി മുമ്പ് 7 കോടി രൂപയുടെയും മറ്റ് പല സമ്മാനങ്ങളും ലഭിച്ച ഏജൻസിയാണ്. അവരുടെ ഇത്തവണത്തെ ഓണം ബമ്പർ വിൽപ്പനയെക്കുറിച്ചൊരു വാർത്ത ചെയ്താലോ എന്നിങ്ങനെ ഞാനും രജനീഷും കൂടി ആലോചിക്കുന്നത്. രജനീഷാണ് ആദ്യം ഐഡിയ പറയുന്നത്, നമുക്ക് ഒരു വാർത്ത എടുത്താലോ, അവർക്കൊരു പ്രൊമോഷൻ ആകും എങ്കിൽ പോലും നമുക്കൊരു വാർത്ത എടുക്കാം എന്ന് ഞാൻ ആദ്യം പറയുന്നു. പ്രൊമോഷൻ ആകില്ല അവർക്ക്, അത് വെറുതെ ഒരു പ്രൊമോഷൻ കൊടുക്കണമോ എന്നൊക്കെ ചോദിക്കും. രജനീഷ് പറഞ്ഞു ചുമ്മാ നമുക്കൊന്ന് എടുക്കാം, ഓണം ബമ്പർ അല്ലേ, അവരുടെ കച്ചവടമൊക്കെ ഒന്ന് നോക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് അവിടെ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ച് അവിടെ പോകുന്നു, ഒരു വാർത്ത എടുക്കുന്നു. അപ്പോൾ ആ വാർത്തയിൽ തന്നെ ഞങ്ങൾ പറയുന്നു ഇത് ഇക്കുറി അവർക്ക് ഒന്നാം സമ്മാനം ലഭിക്കുമെന്ന്. അങ്ങനെ വളരെ യാദർച്ഛികമായി
ഒരു പ്രവചന സ്വഭാവമുള്ള വാർത്ത ചെയ്യുന്നു, ആ പ്രവചനം യാഥാർത്ഥ്യമായി വരുന്നു. ഇത് ഞങ്ങൾക്ക് വിസ്മയ ന്യൂസ് എന്ന് പറയുന്ന 80 ലക്ഷത്തോളം വ്യൂസ് ഉള്ള ഒരു കുഞ്ഞു സ്ഥാപനം, ആ സ്ഥാപനത്തിന് വളരെയധികം സന്തോഷം നൽകുന്ന റിസൾട്ടാണ്, അഭിമാനകരമായ ഒരു റിസൾട്ടാണ് ഞങ്ങളുടെ പ്രവചന സ്വഭാവമുള്ള ഒരു വാർത്തയ്ക്ക് കിട്ടിയ വളരെ ശുഭകരമായ റിസൾട്ടാണ് ഓണം ബമ്പർ. അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല, അത് പറയാൻ വേണ്ടി മാത്രമാണ് ഈ വാർത്ത നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഞങ്ങളുടെ സന്തോഷം ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നു. പൊങ്ങച്ചം പറയലല്ല, ഇത് സംഭവിച്ചത് ഈശ്വരാനുഗ്രഹം കൊണ്ടായിരിക്കാം, യാദർച്ഛികമായിരിക്കാം. ഏതായാലും ഭഗവതി ഏജൻസി ഞങ്ങളെ അന്ന് വാർത്ത ചെയ്യാൻ അനുവദിച്ച അവിടുത്തെ ജീവനക്കാർക്കും അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്കുമൊക്കെ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. രജനീഷ് അങ്ങനെ ഒരു ഐഡിയ തന്നതിന് രജനീഷിനോടും നന്ദി പറയുന്നു.